നമ്മൾ സ്നേഹിച്ച ഒരു വ്യക്തിയെ ഒരാൾ കൊലപ്പെടുത്തിയാൽ ആ വ്യക്തിയോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ? എന്നാൽ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയ പ്രതിയോട് കോടതി മുറിയിൽ വെച്ച് ക്ഷമിച്ച യുവതിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഓഗസ്റ്റ് 7 ജോർജിയയിലെ ഒരു കോടതി മുറിയിലായിരുന്നു സംഭവം. ചക്ക് ജോൺസന്റെ ഭാര്യ റെജീന ജോൺസൺ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരനായ ജോസഫ് ടിൽമാനെ സമീപിച്ച് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വളരെ വിഷമമുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് ടിൽമാൻ കണ്ണീരോടെ മറുപടിയും നൽകി. ഇരുവരും കോടതി മുറിയിലെത്തി പരസ്പരം ആലിംഗനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തപ്പെട്ടു. അതേസമയം വാഹനം ഉപയോഗിച്ചുള്ള നരഹത്യ, ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കൽ, അശ്രദ്ധമായി വാഹനമോടിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് ടിൽമാനെ 20 വർഷം തടവിന് കോടതി ശിക്ഷിച്ചു. 2 വർഷത്തെ ഇൻപേഷ്യൻ്റ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയാൽ ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള വ്യവസ്ഥയും ശിക്ഷാവിധിയിലുണ്ട്. 2024 മാർച്ചിലാണ് ചക്ക് ജോൺസൺ കൊല്ലപ്പെട്ടത്. മയക്കുമരുന്നിൻ്റെ ലഹരിയിലായിരുന്ന ടിൽമ ഇലക്ട്രിക് ബൈക്ക് ഓടിക്കുകയായിരുന്ന ചക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയ വ്യക്തിയോട് ഉള്ളുകൊണ്ട് ക്ഷമിച്ച് അയാളെ ആലിംഗനം ചെയ്യുന്നത് തൻ്റെ കരിയറിലെ ആദ്യത്തെ കാഴ്ചയായിരുന്നു എന്നായിരുന്നു കേസ് പരിഗണിച്ച ജഡ്ജി ടോണി ബേക്കർ പ്രതികരിച്ചത്.